വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് യു പി സ്കൂളിലെ വിദ്യാരംഭം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പ്രശസ്ത മാധ്യമ പ്രവർത്തകനും സിനിമാ സീരിയൽ നാടക നടനുമായ MC ബോബൻ, പ്രശസ്ത കാർട്ടൂണിസ്റ്റ് സജിദാസ്, പ്രശസ്ത കവി പ്രിൻസ് ഓവേലിൽ എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് യു പി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മെൽവിൻ കരിവേലിക്കൽ അധ്യക്ഷനായിരുന്നു. മാധ്യമപ്രവർത്തകനും സിനിമ, സീരിയൽ, നാടക നടനുമായ MC ബോബൻ, കാർട്ടൂണിസ്റ്റ് സജിദാസ്, കവി പ്രിൻസ് ഓവേലിൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ക്ലബ്ബുകളുടെ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ദൈവം തെളിയിക്കുന്നതിനായി വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആർട്സ് ക്ലബ് ഐസക് കുറേയധികം പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ഒരു കാർട്ടൂണിസ്റ്റ് എന്ന തലത്തിൽ കാർട്ടൂൺ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആണോ? വരയ്ക്കാറുണ്ടോ? തീർച്ചയായും ഒരു കാർട്ടൂൺ ചിത്രകാരൻ എന്ന തലത്തിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ വലിയ അഭിമാനം. കാരണം എനിക്കൊപ്പം നിൽക്കുന്നവരാരും തന്നെ അല്ലെങ്കിൽ ഒരാൾ പോലും പഠിച്ച് വലിയ ആളുകളായിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ കലാമേഖലയിലൂടെ, സാഹിത്യ മേഖലയിലൂടെ നമ്മുടെ നാട് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള സംഭാവന നൽകിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം അത്തരത്തിലൊരാളായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങളൊക്കെ ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ ബാക്ക് ബെഞ്ചിൽ സ്ഥിരമായിട്ടിരിക്കുന്ന ആളുകളുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഇപ്പം അങ്ങനെ സംവിധാനമില്ല. പക്ഷെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഏറ്റവും പുറകിലത്തെ ബെഞ്ചിലാണ് ഞാൻ ഇരിക്കുക. ഒരു കാരണം എന്തായിരിക്കും? പഠിക്കുന്നതായതുകൊണ്ട് ഏറ്റവും പുറകിച്ച ബെഞ്ചിൽ പോയി പ്രാർത്ഥിക്കും. അവിടെ ഇരിക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? ദൈവമേ, സാറിനെ ചോദിക്കരുതേ. അപ്പോൾ സാറിങ്ങനെ ചോദ്യം ചോദിച്ചു വരുമ്പോൾ ഞങ്ങൾ നമ്മുടെ ചങ്കിലിരിക്കും. അപ്പം അങ്ങനെ ഇരുന്ന് പഠിച്ചിരിക്കുന്ന സമയത്ത് പലപ്പോഴും സ്കൂളിൽ ഇത്തരം വേദിയിൽ ഉണ്ടാവാറുണ്ട്. സെന്റ് തോമസ് സെക്കൻഡറി സ്കൂളാണ് പഠിച്ചത്. അപ്പോൾ ഇതുപോലെ നിങ്ങളെ പോയി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൽ പല പരിപാടികൾ നടത്തുമ്പോഴും അതിഥികളൊക്കെ വരും. അപ്പോൾ എന്തെങ്കിലും ഒരിക്കലും ഇങ്ങനെ അതിഥിയായി ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നൊരു വിദൂര സ്വപ്നം വന്ന് നമ്മുടെ മനസ്സിലുണ്ടായി. ചിത്രങ്ങൾ വരയ്ക്കുമെങ്കിലും ഒരു കാർട്ടൂണിസ്റ്റായി മാറുന്നത് യാദൃശ്ചികമായിട്ടാണ്. കട്ടപ്പന AEO രാജശേഖരൻ C മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സംസ്കൃത കളരിയിൽ തുറന്നവൻ പുണ്യവാൻ, സംസ്കൃത കളരിയിൽ അച്ചുകൂടങ്ങളിൽ അറിവിന്റെ ആദ്യാന. സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിനോയ് മാത്യു, PTA പ്രസിഡന്റ് ജെയിംസ് വർഗീസ്, MPTA പ്രസിഡന്റ് ജിൻസിമോൾ TH തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പന RMS സ്പൈസസിൽ ഇനി ലോകകപ്പ് ഫുട്ബോൾ ആരവം. ഈ ഫുട്ബോൾ മാമാങ്കം നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ RMS സ്പൈസസ് അവസരമൊരുക്കുന്നു. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി, നിങ്ങൾ ഏത് രാജ്യത്തിന്റെ ഫാൻസും ആയിക്കോട്ടെ, നമുക്കിവിടെ ഒരുമിച്ചിരുന്ന് വേൾഡ് കപ്പ് ആസ്വദിക്കാം. RMS സ്പൈസസിന്റെ AC ഹോളിൽ ബിഗ് സ്ക്രീനിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കളി ആസ്വദിക്കുമ്പോൾ അതൊരു വേറെ ലെവൽ തന്നെ ആയിരിക്കും, അല്ലെ? ഈ വേൾഡ് കപ്പ് സൗജന്യമായ ബിഗ് സ്ക്രീനിൽ ആസ്വദിക്കാം നമ്മുടെ RMS സ്പൈസസിനൊപ്പം.